അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും വോളറ്റിലിറ്റി വർദ്ധിച്ചിരിക്കുകയാണ്. റീസെൻ്റ്ലി 100-ലധികം രാജ്യങ്ങൾക്ക് മുകളിൽ റെസിപ്രോക്കൽ താരിഫ് അമേരിക്കൻ പ്രസിഡന്റ് ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് ഈ തീരുമാനത്തെ താൽക്കാലികമായി മരവിപ്പിക്കുകയും അല്ലെങ്കിൽ നിർത്തുകയും ചെയ്തു. പക്ഷേ ചൈനയ്ക്ക് മുകളിലുള്ള താരിഫ് ഉയർത്തിക്കൊണ്ടുവന്ന സാഹചര്യത്തിൽ ലോകം തന്നെ ഒരു ട്രേഡ് വാർ എന്ന സിറ്റുവേഷനിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ 2 മാസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏപ്രിൽ മാസത്തിൽ വിവിധ കാരണങ്ങളാൽ വോളറ്റിലിറ്റി ഇൻഡെക്സിലും ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. വോളറ്റിലിറ്റി ഇൻഡെക്സ് വർദ്ധിക്കുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിൻ്റെ റിട്ടേണിനെ പ്രതികൂലമായി പലപ്പോഴും ബാധിച്ചേക്കാമെങ്കിലും അട്രാക്റ്റീവ് സ്റ്റോക്കുകൾ മികച്ച വാല്യൂഷനിൽ പിക്ക് ചെയ്യാനുള്ള ഒരവസരമാണ് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ലഭിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രമുഖ ബ്രോക്കേജായ മോത്തിലാൽ ഓസ്വാൾ റെക്കമെൻഡ് ചെയ്യുന്ന 5 സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ICICI ബാങ്ക്. ICICI ബാങ്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1300 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ICICI ബാങ്കിൻ്റെ ഏറ്റവും പ്രധാന പോസിറ്റീവ് ഫാക്റ്റ് 2022-24 ഫിനാൻഷ്യൽ ഇയറിൽ 17% CAGR കൂടിയുള്ള വളർച്ച കമ്പനി കൈവരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റാണ്. 79% പ്രൊവിഷൻ കവറേജ് റേഷ്യോയും 13,100 കോടി രൂപയുടെ ബഫർ ഫണ്ടും ഉള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ ഉള്ള ICICI ബാങ്ക് ബാങ്കിങ് സെക്ടറിലെ തന്നെ ഏറ്റവും മികച്ച അസറ്റ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഏറ്റവും മികച്ച സുരക്ഷയുമുള്ള ബാങ്കുകളിലൊന്നാണ്. 2027 ഫിനാൻഷ്യൽ ഇയറിൽ ക്രെഡിറ്റ് എക്സ്പെൻസിൽ 40 മുതൽ 50 ബേസിസ് പോയിൻറ്റിൻ്റെ ഇടിവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാർജിൻ കംപ്രഷൻ ഉണ്ടായിട്ടും 4.25% മാർജിൻ സ്ഥിരമായി മെയിൻറ്റെയിൻ ചെയ്യാനും ബാങ്കിന് സാധിക്കുന്നുണ്ട്. അതേസമയം കാസ 40.5% കുറഞ്ഞിട്ടുണ്ട്. എന്നാലും റീറ്റെയിൽ ബിസിനസ്സിൽ നിന്നുള്ള ടോട്ടൽ റവന്യൂവിൽ 78% വളർച്ച വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ ഇംപ്രൂവ് ചെയ്തേക്കും. 2027 ഫിനാൻഷ്യൽ ഇയറോടുകൂടി ബാങ്കിൻ്റെ റിട്ടേൺ ഓൺ അസറ്റ് 2.2%, ROE 17%-മായി ഉയരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ അനലിസ്റ്റുകൾ 1,600 രൂപയുടെ ടാർഗറ്റാണ് ICICI ബാങ്കിന് നൽകുന്നത്, അതായത് 20%-ലേറെയുള്ള അപ്സൈഡ് പൊട്ടൻഷ്യൽ. രണ്ടാമത്തെ സ്റ്റോക്ക് ശ്രീറാം ഫിനാൻസ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 624 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയ സ്റ്റോക്കാണ്. വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ് പോർട്ട്ഫോളിയോ ഉള്ള കമ്പനി വിവിധ ക്രെഡിറ്റ് സർക്കിളിലൂടെ കടന്നു പോകുമ്പോഴും മികച്ച എക്സിക്യൂഷനും അതുപോലെ തന്നെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റും മെയിൻറ്റെയിൻ ചെയ്യുന്നു. വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോ ഉപയോഗിച്ചും കുറഞ്ഞ വായ്പാ ചെലവ് വഴിയും കമ്പനി അതിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഉയർത്താൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുന്നു. കൂടാതെ റീസെൻ്റ്ലി നടന്ന അമാൽഗമേഷൻ്റെ ഭാഗമായി കമ്പനിയുടെ ക്ലയൻറ്റ് ബേസും ഉയർന്നിട്ടുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറിൽ 45,300 കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റാണ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ 18%-ഓളം വളർച്ച 2024-27 ഫിനാൻഷ്യൽ ഇയറിൽ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. കൂടാതെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 19% CAGR കൂടിയുള്ള വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 775 രൂപയുടെ ടാർഗറ്റാണ് ശ്രീറാം ഫിനാൻസിന് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റോക്ക് വരുൺ ബിവറേജ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 540 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയ സ്റ്റോക്കാണ്. ക്ലൈമറ്റിൽ വന്ന മാറ്റവും കൺസ്യൂമർ ട്രെൻഡിലുണ്ടായിരിക്കുന്ന വ്യതിയാനവും കഴിഞ്ഞ ക്വാർട്ടറിൽ കമ്പനിയുടെ പെർഫോമൻസിനെ ബാധിച്ചെങ്കിലും 12%-അടുത്തുള്ള റവന്യൂ ഗ്രോത്ത് കൈവരിച്ച ഒരു കമ്പനി കൂടിയാണ്. വരുൺ ബിവറേജ് ലിമിറ്റഡ് കൂൾ ഡ്രിങ്ക്സ് ബിസിനസ്സിനോടൊപ്പം തന്നെ കമ്പനി സ്നാക്സ് സെക്ടറിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. ഇത് ലോങ് ടൈമിൽ കമ്പനിയുടെ വളർച്ചയിൽ ഒരു നിർണായക പങ്ക് വഹിച്ചേക്കും. 2025 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 4-ൽ റെഫ്രിജറേഷൻ സെക്ടറിലുണ്ടായിരിക്കുന്ന വർധനവും കൂടാതെ മികച്ച ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൻ്റെയും പശ്ചാത്തലത്തിൽ കമ്പനിയുടെ സെയിൽസ് വോളിയത്തിൽ 29%-ഓളം വർധനവ് പ്രതീക്ഷിക്കുന്നു. കൂടാതെ എബിറ്റ മാർജിൻ 18% ഉയരാനും സാധ്യതയുണ്ട്. 2024-26 ഫിനാൻഷ്യൽ ഇയറിൽ എബിറ്റയിൽ 18%-ഉം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 16%-ഓളവും വളർച്ച പ്രതീക്ഷിക്കുന്നതുകൊണ്ട് വരുൺ ബിവറേജ് എന്ന സ്റ്റോക്കിനെയും ഇത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. 670 രൂപയുടെ ടാർഗറ്റാണ് വരുൺ ബിവറേജ് ലിമിറ്റഡിന് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. നാലാമത്തെ സ്റ്റോക്ക് ദി ഇന്ത്യൻ ഹോട്ടൽസ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 768 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയ സ്റ്റോക്കാണ്. മാരേജ്, ടൂറിസം, മീറ്റിംഗ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസ്, എക്സിബിഷൻ എന്നിവ വഴി ഇപ്രാവശ്യം ഡബിൾ ഡിജിറ്റ് റവന്യൂ ഗ്രോത്ത് നേടാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റോക്കാണിത്. കൂടാതെ ആവറേജ് റൂം റേറ്റിലുണ്ടായിരിക്കുന്ന വർധനവും അയോധ്യ, ഹംപി, വൃന്ദാവൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്പിരിച്വൽ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി 2,800-ലധികം റൂമുകൾ പുതിയതായി ഓപ്പൺ ചെയ്തതിൻ്റെയും പശ്ചാത്തലത്തിൽ
2025 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ എബിറ്റയിൽ 31%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 24%-നടുത്തുള്ള വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. അനലിസ്റ്റുകൾ സ്റ്റോക്കിന് 950 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. അവസാന സ്റ്റോക്ക് കാസ്ട്രോൾ ഇന്ത്യ. US ചൈന വ്യാപാര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡിൻ്റെ വില ഇടിഞ്ഞതും ബ്രന്റ് ക്രൂഡിൻ്റെ വില 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് എത്തിയതിൻ്റെയും ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് കാസ്ട്രോൾ ഇന്ത്യ. കാസ്ട്രോൾ ഇന്ത്യയുടെ ലൂബ്രിക്കൻസിനുള്ള ഒരു പ്രധാന ഇൻപുട്ട് മെറ്റീരിയലാണ് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിയുന്നത് കാസ്ട്രോൾ ഇന്ത്യയുടെ പ്രോഫിറ്റ് മാർജിൻ ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കാസ്ട്രോൾ ഇന്ത്യയുടെ തന്നെ ലൂബ്രിക്കൻ്റ് ബിസിനസ്സിൽ 4.5% ഇൻഡസ്ട്രി ഗ്രോത്താണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ 2025-26 ഫിനാൻഷ്യൽ ഇയറുകളിൽ 23%-ഓളമുള്ള എബിറ്റ മാർജിനും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കാസ്ട്രോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കാസ്ട്രോൾ ഇന്ത്യ 196 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. അനലിസ്റ്റുകൾ 260 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്